വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ജാക്ക് FI മോഡലിൽ എങ്ങനെയാണ് അടിനൂലിന് വേണ്ടിയിട്ട് നൂല് ചുറ്റുന്നതെന്നാണ് കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ, വായോ. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട പ്രോസസ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ആ കോർക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ, ആ ഒരു ബ്ലൂ പാർട്ടിലെ സെക്കൻഡ് ഹോള്, അതായത് നമുക്ക് നമ്മുടെ റൈറ്റ് സൈഡിൽ നിന്ന് ഫസ്റ്റുള്ള ഹോളിലേക്ക് നമ്മൾ പുറകു വശത്തു നിന്നും ഫ്രണ്ടിലേക്ക് വേണം ആ ഒരു നൂല് എടുത്തുകൊണ്ട് വരാനായിട്ട്. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആ ഒരു കാര്യം വിജയകരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇനി നമ്മുടെ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു മെഷീൻ്റെ പല പാർട്സിനും പറയുന്ന പേര് എന്താണെന്നൊന്നും എനിക്കറിയില്ല. സോ ഞാൻ കാണിക്കുന്ന പാർട്സൊക്കെ സൂം ചെയ്ത് കാണിക്കാം. ഈ പാർട്സിലാണ് നെക്സ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിനായിട്ട് അതിൻ്റെ പുറകിൽ ഒരു ഹോളുണ്ട്. അതിലേക്കൂടെ നമ്മുടെ നൂല് അകത്തോട്ട് എടുക്കുക ആൻഡ് ഈ ഒരു റൗണ്ട് വട്ടം ചുറ്റി കൊണ്ടുവരിക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ഇത്രയൊക്കെ നന്നായിട്ട് പറഞ്ഞു തരാൻ അറിയത്തുള്ളൂ. ആൻഡ് ഈ പാർട്സിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല. അതാണ് കുറച്ച് കോംപ്ലിക്കേഷൻ ആക്കുന്നത്. നിങ്ങൾക്ക് ഞാനിതിൻ്റെ ബാക്ക് വശത്തെ വ്യൂ കൂടെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ ഒരു ഹോളാണ് ഞാൻ പറഞ്ഞ ഹോള്. ഇതിൻ്റെ പുറകിൽ കൂടെ മുന്നിലോട്ട് കയറ്റി ഈ ഒരു വട്ടം കറക്കി നമ്മുടെ നൂല് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നമ്മുടെ വശത്തായിട്ട് പിടിക്കണം. ഇപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആ കൊണ്ടുവന്ന നൂലാണ് നമ്മൾ ബോബിൻ കേസിൽ ചുറ്റുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഇവിടെ പകുതി ചുറ്റിയ ഒരു കേസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കേസ് എടുത്തുകൊണ്ട് വന്നത്. അപ്പം നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ കൊണ്ടുവന്ന് വെച്ചേക്കുന്ന നൂല് ഈ കേസിലേക്ക് ഒരു 3-4 വട്ടം ചുറ്റി കൊടുക്കുക. ആൻഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം കണ്ടോ, അതിലേക്ക് നമ്മുടെ ഈ ഒരു സാധനം അത്യാവശ്യം നല്ല പോലെ പ്രസ് ചെയ്ത് താഴേക്കാക്കിയിട്ട് അവിടെ ഒരു ലോക്ക് ഉണ്ട്, ഇത് അകത്തോട്ടാക്കി വെക്കുക. ഇത്രയും പരിപാടിയേ ഉള്ളൂ. ദെൻ നമ്മൾ നോർമലി സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ താഴത്തെ ആ ഒരു പെഡലിൽ അത്യാവശ്യം മാക്സിമം സ്പീഡിലാക്കി കൊടുക്കുക. അപ്പം നമ്മുടെ നൂല് ഇവിടെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും പരിപാടിയേ ഉള്ളൂ നമ്മുടെ അടിനൂല് ചുറ്റാനായിട്ട്. ഈ ഒരു മെഷീൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നൂല് കംപ്ലീറ്റ്ലി ചുറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി തന്നെ സ്റ്റോപ്പ് ആവുകയും ആ ഒരു നമ്മൾ ലോക്ക് ചെയ്ത ആ സാധനം പുറകോട്ട് പോയി അൺലോക്ക് ആവുകയും ചെയ്യും. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് അടിനൂല് തീരുന്നൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിലും നമ്മളിങ്ങനെ നൂലും ഈ ഒരു കേസും ഇവിടെ വെച്ച് കൊടുത്താൽ നൂല് ഓട്ടോമാറ്റിക്കലി തന്നെ ചുറ്റി 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 ലോക്കായി സെറ്റായി അവിടെ ഇരുന്നോളും. അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കാരണം നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോഴൊക്കെ നമ്മുടെ അടിനൂല് കുറഞ്ഞു പോകുന്നതും തീർന്നു പോകുന്നതും ഒക്കെ. അങ്ങനെ ഒരു ഇഷ്യൂ ഇവിടെ ഉണ്ടാകുന്നില്ല. അതൊരു ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. ആൻഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ ബൈ.